ബഹുജനഹിതായ ബഹുജനസുഖായ. ആകാശവാണി. വയലും വീടും. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തിരുവോണമൊരുക്കുന്ന തിരുവരങ്ങ്, തിരുവോണ ദിന പ്രത്യേക പരിപാടി. ഷഡ് ഋതുക്കളിൽ പ്രഥമസ്ഥാനത്തുള്ള വസന്തകാലത്തെ ദ്യോതിപ്പിക്കുന്ന സമൃദ്ധിയാണ് കർക്കിടകം പിന്നിട്ട് ചിങ്ങം പിറക്കുമ്പോൾ ദൃശ്യമായി കൊണ്ടിരുന്നത്. ചിങ്ങക്കൊയ്ത്ത് കഴിഞ്ഞ് വീട്ടുമുറ്റങ്ങളിൽ കതിർക്കറ്റകൾ നിരയൊരുങ്ങുന്ന സമൃദ്ധി കണ്ടാണ് ആവണിപ്പിറവിയുടെ ഉദയം. പുന്നെല്ലിന്റെ വശ്യതയേറിയ നറുമണം മുറ്റം കവിഞ്ഞ് വീടിനുള്ളിലേക്കും പകരും സമൃദ്ധിയുടെ സുഗന്ധം. കറ്റകൾ ചുവട് ചെത്തിമെതിച്ച് പൊലി പിടിച്ച് ഉണങ്ങിക്കഴിയുമ്പോൾ അറ നിറയുകയായി. മുറ്റത്ത് തങ്കവർണ്ണമണിഞ്ഞ കച്ചിക്കൂനകൾ കൊയ്ത്തു കഴിഞ്ഞ് സമൃദ്ധിയിലാണ് ഭവനം എന്ന കർഷകമുദ്രയായി നിലകൊള്ളും. കുടുംബസംഗമത്തിന്റെ ഹൃദ്യത നിറയുന്ന ദിനങ്ങളാണ് ഓണനാളുകൾ. മാനവന്റെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഏറെ മനോധർമ്മം പ്രകടിപ്പിക്കുന്നത് വർണ്ണബോധത്തിലൂടെയാണ്. ജീവിതത്തിലെ ഒട്ടുമിക്ക ഘട്ടങ്ങളിലും നിറങ്ങളോടുള്ള ഇമ്പം മനുഷ്യർ പ്രകടിപ്പിക്കാറുണ്ട്. ഉമ്മറമുറ്റത്ത് പൂക്കളം ചമയ്ക്കലും പൂവിളി ഉയരലും 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ നിലനിന്നിരുന്നുവെന്ന് ചരിത്രഭാഷ്യം. പൊന്നിൻ തിരുവോണം എന്ന വിശേഷണം തന്നെ ദിനത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. പൂമരക്കാടുകളിലും പൂവാടികളിലുമൊക്കെ പൂക്കൾ തേടി അലയുന്ന കുട്ടികൾ പ്രകൃതിയുമായി പൊരുത്തം ചൊല്ലി നാട്ടുപൂക്കളെ തിരിച്ചറിയുന്ന ദിനങ്ങളായും ഓണനാളുകൾ മാറും. കേവലം മനോധർമ്മം മാത്രമല്ല, ശാസ്ത്രവും കലയും ഇഷ്ടങ്ങളും ഒത്തുചേരുന്ന മാത്രകൾ അർത്ഥപൂർണമാക്കിയാണ് പൂവിടൽ എന്ന ലളിതമായ ഓണച്ചടങ്ങ് നിവർത്തിക്കപ്പെടുന്നത്. നിശ്ചിതമായ വ്യവസ്ഥകൾ പൂർവ്വസൂരികൾ പുഷ്പക്കളങ്ങളിൽ നിഷ്കർഷിച്ചുവെങ്കിലും വർത്തമാനകാലത്ത് സാധ്യമായ ക്രമങ്ങളിൽ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങൾ നിരക്കുന്നു. നിറങ്ങൾ മാനവ മനസ്സുകളെ മഥിക്കുന്നതും ശാസ്ത്രീയമായി അവ പകരുന്ന ഉന്മേഷവും ആനന്ദവും ചെറുതായി കാണാനാവില്ല എന്ന അഭിപ്രായമാണ് ശാസ്ത്രകാരനും ആലപ്പുഴ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറുമായ വി നാരായണൻ നമ്പൂതിരിക്കുള്ളത്. വർണ്ണങ്ങൾ കണ്ണിനു മാത്രമല്ല, മനസ്സിനും ഒരു തണലും കുളിർമയും പകരുന്ന ദിവ്യ സാന്നിധ്യമാണ്. ഓണം നമ്മളുടെ ഓർമ്മകളെയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെയും ഒരുപോലെ നിറപ്പകിട്ടോടെ ബന്ധിപ്പിക്കുന്ന കാലമാണ്. ഒരിക്കൽ കുഞ്ഞുങ്ങൾ പോലും മഞ്ഞപ്പട്ടുടുത്ത് നടന്നിരുന്ന ദിനങ്ങൾ നമ്മളുടെ ഓർമ്മയിലുണ്ട്. ഇന്ന് നാം എല്ലാവരും വർണ്ണാഭമായ പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നു, വീടും പരിസരവും വെടിപ്പാക്കി അലങ്കരിക്കുന്നു. അത് ഭൂമിയെ ആദരിക്കുന്ന ഒരു പൂജ തന്നെയാണ്. പൂക്കളത്തിന്റെയോ ഓണസദ്യയുടെയോ ഭംഗി മാത്രമല്ല, മനസ്സുകൾ തമ്മിലുള്ള ഒരുമയാണ് ഓണത്തിന്റെ യഥാർത്ഥ സാരാംശം. കാലം മാറിയിട്ടും പല പരിമിതികളുണ്ടായിട്ടും ഇന്നത്തെ തലമുറ ഫ്ളാറ്റുകളുടെ ഇടനാഴികളിൽ പോലും പൂക്കളാൽ അലങ്കാരങ്ങൾ തീർത്ത് ഓണത്തിന്റെ മാറ്റു കൂട്ടുന്നു. കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ കോളേജുകളുടെ മുറ്റത്തും ക്ലാസ് മുറികളുടെ മുൻപിലും മനോഹരമായ പൂക്കളങ്ങൾ വിരിച്ച് ഓണത്തെ വരവേൽക്കുന്നു. ഓണാഘോഷം വിദ്യാർത്ഥികളിൽ തന്നെ ഒരു സാംസ്കാരിക പൈതൃകമായി മാറിയിട്ടുണ്ട്. ഇന്ന് വീടുകളിൽ നിന്നാരംഭിച്ച് വിദ്യാലയങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വ്യാപാര കേന്ദ്രങ്ങളിലേക്കും വരെ വർണ്ണവൈവിധ്യത്തിന്റെ ഈ ആഘോഷം വ്യാപിച്ചു കഴിഞ്ഞു. ഓഫീസുകളിലും നിയന്ത്രിതമായ രീതിയിൽ ഓണാഘോഷങ്ങൾ നടക്കുന്നത് നമ്മളുടെ ഹൃദയത്തിൽ ഒരുമയും ഉല്ലാസവും വളർത്തുന്നതിന്റെ തെളിവാണ്. സമീപകാലത്ത് വ്യാപാരാടിസ്ഥാനത്തിൽ തന്നെ പൂക്കളുടെ കൃഷി വ്യാപകമായി നടന്നുവരുന്നു. അവരെ സംബന്ധിച്ച് ഓണം ജീവിതത്തിലെ വിളവെടുപ്പിന്റെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന്റെയും കാലം കൂടിയാണ്. എല്ലാ അതിർവരമ്പുകളും കടന്ന് ജനകീയമായ ആഘോഷമായി ഓണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓണക്കാലത്ത് ഭൂമി തന്നെ പുതുവേഷം ധരിക്കുന്നു. പൂക്കളത്തിലെ ഓരോ പുഷ്പങ്ങളും വരികളും നമ്മളുടെ മനസ്സിലെ സ്നേഹവും സൗഹൃദവും വിളിച്ചുണർത്തുന്നു. കൂടാതെ ഓണാഘോഷങ്ങളിലൂടെ നാം അധിവസിക്കുന്ന ഭൂമിയെ അലങ്കരിക്കുമ്പോൾ അതിനെ നിലനിർത്തേണ്ടതിന്റെയും ഭാവി തലമുറകളിലേക്ക് കൈമാറേണ്ടതിന്റെയും സന്ദേശമാണ് വിളിച്ചോതുന്നത്. ഓണം മനുഷ്യനെ മനുഷ്യനോടും മനുഷ്യനെ പ്രകൃതിയോടും മനുഷ്യനെ ദൈവീകതയോടും ചേർത്തു നിർത്തുന്ന ഒരു മഹോത്സവമാണ്. ഓണാഘോഷം ഒരു ദിനം മാത്രം നീണ്ടു നിൽക്കുന്നതല്ല, മറിച്ച് ജീവിതത്തെ ഭംഗിയാക്കുവാനുള്ള ഒരു ജീവിതശൈലി തന്നെയാണ്. ഓണത്തിന്റെ സന്ദേശം മനുഷ്യജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന നന്മ, സമത്വം, സൗഹൃദം എന്നീ മൂല്യങ്ങളാണ്. ഓണം വീടുകളിലെ ഉത്സവമല്ല,
ഹൃദയങ്ങളിലെ ഉത്സവമാണ്. സാർവത്രിക സ്നേഹത്തിന്റെയും ഒരുമയുടെയും നിലനിൽപ്പിന്റെയും മഹോത്സവമായി ഈ ഓണം മാറട്ടെ. ഓണത്തപ്പ കുടവയറ ഇന്നാണല്ലോ തിരുവോണം, പൂക്കളമിട്ടു നിരന്നല്ലോ പൂത്തുമ്പികൾ പറന്നല്ലോ. തിരുവോണമൊരുക്കുന്ന തിരുവരങ്ങ് തിരുവോണദിന പ്രത്യേക പരിപാടി സമാപിക്കുന്നു. വയലും വീടും സമാപിക്കുന്നു.